ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകണം എന്നെല്ലാം വിചാരിച്ചതാണ്, പക്ഷെ നടന്നിട്ടാന്ന് വെച്ചാൽ ഏട്ടൻ രാവിലെ രാവിലെ നല്ല തണുപ്പല്ലോ അല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് കേട്ടത്. അങ്ങനെ പറഞ്ഞ് സമയം പെയ്തു. രാവിലെ തന്നെ ഏട്ടന് കുറച്ച് പ്ലാനെല്ലാം ഉണ്ടായിന്ന് തോന്നുന്നു. അതാണ് ഈ രാവിലെ എണീച്ചും ചെയ്ത് രാവിലെ വിളിക്കുകയും ചെയ്തു. പിന്നെ ചായ എല്ലാം കുടിച്ചിട്ട് അമ്മേനോട് പറഞ്ഞു, നീ വേഗം ഡ്രസ്സെല്ലാം മാറ്റി നമുക്ക് അമ്മേരെ വീട്ടിൽ പോയിട്ട് വരാൻ പറഞ്ഞു. അമ്മ ഇടയില്ല, അപ്പം അമ്മേനെ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു. പിന്നെ ഞാൻ 2 ദിവസം മുന്നേ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ വിളിച്ചിട്ടാണ് പോയത്. അമ്മ പറഞ്ഞു ഇങ്ങോട്ട് വാ, നമുക്ക് കാഞ്ഞങ്ങാടെല്ലാം വെറുതെ പോയിട്ട് വരാം. ഞാൻ പറഞ്ഞു എനക്കൊന്നും വാങ്ങാനില്ലല്ലോ, നിങ്ങൾക്കൊന്നും മേടിക്കണ്ട, അപ്പോൾ നമുക്ക് സ്കീമിൻ്റെ പൈസ എടുക്കാനുണ്ട് പറഞ്ഞു. അവിടെ പോയിട്ടാകുമ്പോൾ എനിക്ക് അമ്മയും മോതിരം വാങ്ങി തന്നേട്ടാ. കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു പ്രാവശ്യം ഇവിടെ ആർപ്പോലെ വന്നിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഒന്നും ഇങ്ങനെ പാർക്കും ഇതൊന്നും ഉണ്ടായിട്ടാ, ഒരു സാധാരണ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമേ ഉണ്ടായിട്ടു. ലാലോട്ടൻ അങ്ങനെ അധികം സർപ്രൈസ് ആക്കാനോ അതിനൊന്നും അങ്ങനെ അറിയില്ല. അപ്പോൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായാലും പറയുകയും ചെയ്യും. ഒന്നും മനസ്സിൽ വെക്കാൻ അറിയില്ല. അപ്പോൾ കുറേ കുപ്പായം ഡ്രസ്സ് വാങ്ങി, അത് 2 ദിവസം മുന്നേ എനിക്ക് തന്നു. അത് കൂടാണ്ട് ഇന്ന് രാവിലെയും ഒരു ടോപ്പ് വന്നു. ആവോ ആവോ വേണ്ട. ലാലാ ചിരിച്ചേ, കണ്ണോട് ചിരിക്കാൻ പറ. വാശി പിടിച്ചിട്ടാണ് ഈ കാറിൽ എങ്ങനെയായിട്ട് കാറിൽ കയറണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് കയറ്റിയതാണ് കേട്ടോ. അപ്പം മറ്റേ ഏട്ടൻ പറഞ്ഞു നീയും കയറി. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ കയറില്ല പറഞ്ഞപ്പോൾ. എന്നിട്ട് അതും കഴിഞ്ഞ് സമയവും കഴിഞ്ഞിട്ടാകുമ്പോൾ അവൻ ആദ്യം പറഞ്ഞ് എനിക്ക് മറ്റേ കാറിൽ കയറണം. എന്നിട്ട് എങ്ങനെ നടന്ന് വരുന്നില്ല, ഇങ്ങനെയല്ലോ അവസാനം കൂട്ടിയിട്ട് പുറത്തെത്തിച്ച്. അതാ അതിൽ ലവ് ബേർഡ്സ് ആയിട്ടുണ്ട്. അതിലൊന്നും ഇല്ലേ? പക്ഷീനെ കണ്ട തത്തന കുറച്ചെല്ലാം അതിലെല്ലാം ഇറങ്ങിയിട്ടാകുമ്പോൾ ഞാനോട് പറഞ്ഞു ബാക്കി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നോക്കാം. ഫുഡ് കഴിക്കാൻ പോകുമ്പോഴത്തേക്കും അവിടെ ഐസ്ക്രീം കണ്ടിട്ട് വരുത്തേക്ക് അറിയാലേ. ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടാകുമ്പോൾ എന്നെ പഠിപ്പിച്ചൊരു ടീച്ചറെ കണ്ടു കേട്ടോ. ഞാൻ വിചാരിച്ചു മനസ്സിലാവില്ലായിരിക്കുന്നു, പക്ഷെ ടീച്ചർക്ക് വേഗം എന്നെ മനസ്സിലായിട്ടാ. ഞാൻ എവിടെ പോയാലും അധികം ഈ ഫ്രൈഡ് റൈസ് മാത്രമേ കഴിക്കൂട്ടാ. ചിലപ്പോൾ എന്തോ ഭയങ്കര ഇഷ്ടമാണിത്. പിന്നെ ഏട്ടൻ പിന്നെ ഊണ് അല്ലെങ്കിൽ ബിരിയാണി ഇങ്ങനത്തെ എല്ലാ സാധനം. കണ്ണന് പിന്നെ അങ്ങനത്തെ ഒന്നും ഇല്ലേ ഇല്ല, എന്ന് കൊടുക്കുന്നത് അത് തിന്നും. ഫുഡെല്ലാം കഴിച്ചതിൻ്റെ ബാക്കി കാണാൻ വിചാരിച്ചിട്ട് വീണ്ടും പോയി അങ്ങോട്ടേക്ക്. ആടെ അപ്പോഴത്തേക്ക് മറ്റേ പെഡിക്കെയർ ഉണ്ടായിരുന്നു.
ഫിഷിൻ്റെ. അങ്ങനെ ഞാൻ വെക്ക്. ഫസ്റ്റ് അത് അങ്ങനെ വെക്ക്. എക്സ്പീരിയൻസ് ചെയ്ത് കേട്ടോ. അതുകൊണ്ട് ഇത് എന്തോ ഒരു പോലെയൊക്കെ ഫസ്റ്റ് ആദ്യം തന്നെ കാര്യമായിട്ട് എന്തോ പോലെ, പിന്നെ കുഴപ്പമില്ല. നമ്മളെ ഡെഡ് സ്കിന്നെല്ലാം ഇത് തിന്നാ പറയില്ല, അതുപോലെ തന്നെ ഉണ്ട്. വലിയ ഭയങ്കരമായിട്ട് വൃത്തിയാകുന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ അതും കണ്ടു കഴിഞ്ഞിട്ട് അമ്മനെ കൂട്ടാൻ വേണ്ടി പോയിട്ടാ. അപ്പോഴത്തേക്ക് അമ്മ പുഴയിലാണ് ഉണ്ടായത്, കല്ലുമുക്കായി ഇടുന്നുണ്ടായിരുന്നു തോണിയിൽ. ഈല എങ്ങനെ കെട്ടുന്ന അങ്ങനെ അവിടെ നിന്ന് അമ്മേനെയും കൂട്ടിയിട്ട് നേരെ വീട്ടിലോട്ട് വിട്ടു. അപ്പോഴത്തേക്ക് കുറച്ച് ഇരുട്ടായിന് കേട്ടാ. വീട്ടിലെത്തിയിട്ടാകുമ്പോൾ പിള്ളേർ അപ്പൂപ്പനും കെട്ടി വന്നിട്ട് അടുത്ത വിശേഷങ്ങളായിട്ട് വേറൊരു വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.